ഹീറോ ഗ്രാമത്തിലെ സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ സിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഇവൻ ഇവളോട് നോൺ വെജ് വാങ്ങി കുക്ക് ചെയ്യാനായിട്ട് പറയും. ആ ദിവസം രാത്രി ഇവൾ അതെല്ലാം റെഡിയാക്കിയിട്ട് സെർവ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഇവന്റെ കൂടെ വന്ന മാനേജർ ഇവളെ തെറ്റായ രീതിയിൽ നോക്കാൻ തുടങ്ങുകയാണ്. ഇവള് കിച്ചണിലേക്ക് പോയതും ഇവനോട് തന്നെ നിന്റെ വൈഫ് കാണാൻ ഹോട്ട് ആണെന്ന് കമന്റും ചെയ്യും. നീ എന്റെ മാനേജർ ആയതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടാണെന്ന് ഇവൻ ദേഷ്യത്തോടെ പറഞ്ഞത് ഇവന്റെ മുഖം തന്നെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് നീ മാനേജർ ആണെങ്കിൽ ഈ ദേഷ്യത്തിൽ ഇവൻ അടുത്ത ദിവസം ജോലിന്ന് പിരിച്ചുവിടും. സോ ജോലി പോയ കാര്യം വൈഫിനോട് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടാകും. ഇത് കേൾക്കുന്ന ഇവളും സമാധാനപ്പെടുത്തും. അതിനുശേഷം കുറെ കമ്പനികൾ കയറി ഇറങ്ങാണ്. പക്ഷെ ഒരു അടുത്തവൻ ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഫ്രസ്ട്രേഷൻ ആവുന്ന ഇവനാണെങ്കിൽ ഞാൻ നിന്നെ ജാതകം നോക്കാതെ കല്യാണം കഴിച്ചതാണ് തെറ്റായതെന്ന് ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന ഇവൾക്കും സങ്കടം സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പൊരുത്തം നോക്കാനായിട്ട് അച്ഛനോട് കോൾ ചെയ്ത് ജാതകം അയച്ചു വിടാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഇവൾ ആ ജാതകം കൊടുത്ത ഒരു ജോഷിയെ കാണാനേ പോവാണ്. ആ ജോഷിയാണെങ്കിൽ ആ ജാതകം നോക്കിയ ഉടൻ തന്നെ ഇവളുടെ ഹസ്ബൻഡിന്റെ ജോലി പോയ കാര്യം കറക്റ്റ് ആയിട്ട് പറയും. കൂടാതെ ഈ കല്യാണത്തിൽ ദോഷമുള്ള കാര്യം പറയാണ്. അതേ ടൈം ഈ ജോഷിയാണെങ്കിൽ അവന് ജോലി കിട്ടാനും ഇവളുടെ മാംഗല്യം നിലനിർത്താനും ഒരു പരിഹാരം പറയാണ്. ഇവള് രണ്ടാമതൊരുത്തിന്റെ കൂടെ റിലേഷൻഷിപ്പിൽ ഇരുന്നാൽ ഇവരുടെ ദോഷം മാറുന്നതായിരിക്കും ആ പരിഹാരം. പക്ഷെ ഇവളിത് ചെയ്തോന്ന് അറിയാനായിട്ട് പാർട്ട് 2 കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.